രണ്ടാം പിണറായി മന്ത്രിസഭയിൽ പുതിയ മന്ത്രിയായി ഒ.ആർ. കേളു സത്യപ്രതിജ്ഞ ചെയ്യാൻ പോവുകയാണ്. ചടങ്ങുകൾ രാജ്ഭവനിൽ തുടങ്ങിക്കഴിഞ്ഞു. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രിയായാണ് ഒ.ആർ. കേളു ചുമതലയേൽക്കുന്നത്. രാജ്ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ 500 പേരാണ് ആകെ പങ്കെടുക്കുന്നത്. നിയമസഭാ സ്പീക്കർ, മന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ ഇവരെല്ലാം രാജ്ഭവനിൽ എത്തിയിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയും ചടങ്ങിനെത്തിയിട്ടുണ്ട്. സർ, ശ്രീ ഒ.ആർ. കേളു, മിനിസ്റ്റർ ഡെസിഗ്നേറ്റ്, is present to take the oaths of office and secrecy. I request your permission to present him. ഒ.ആർ. കേളു എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജ്യമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസ്സാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവുമനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. ഒ.ആർ. കേളു എന്ന ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിൽ എൻ്റെ പരിഗണനയിൽ കൊണ്ടുവരുന്നതോ എൻ്റെ അറിവിൽ വരുന്നതോ ആയ ഏതെങ്കിലും വിഷയം അങ്ങനെയുള്ള മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങളുടെ മുറപ്രകാരമുള്ള നിർവഹണത്തിന് ആവശ്യമാകുന്നതൊഴികെ ഞാൻ ഏതെങ്കിലും ആൾക്കോ ആളുകൾക്കോ നേരിട്ടോ നേരിട്ടല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തുകയോ ചെയ്യുകയില്ല എന്ന് സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. സത്യപ്രതിജ്ഞ ചടങ്ങുകൾ പൂർത്തിയാവുകയാണ്. ഇനി മന്ത്രി ഒ.ആർ. കേളു, പട്ടികജാതി പട്ടികക്ഷേമ വകുപ്പ് മന്ത്രിയായി ഒ.ആർ. കേളു ചുമതലയേറ്റു. സഗൗരവമാണ് അദ്ദേഹം പ്രതിജ്ഞ ചെയ്തത്. ആദിൽ പാലോട് നമുക്കൊപ്പമുണ്ട്. ആദിൽ പാലോട്, ഒ.ആർ. കേളു മന്ത്രിയായി ചുമതലയേറ്റിരിക്കുകയാണ്. ഗവർണർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. വയനാടിനെ സംബന്ധിച്ചിടത്തോളം അതോടൊപ്പം തന്നെ നമുക്കും ഒക്കെ ഏറെ സന്തോഷമുണ്ടാകുന്ന ഒരു കാഴ്ചയാണ് അദ്ദേഹത്തിന് ഈ മന്ത്രിസ്ഥാനത്തേക്കുള്ള വരവ്. അങ്ങനെ വേണ്ടേ ഇതിനെ വിശേഷിപ്പിക്കാൻ? ഉറപ്പായും അങ്ങനെ തന്നെ വിശേഷിപ്പിക്കണം ചെയ്യുക. കാരണം പട്ടികവർഗത്തിൽ നിന്നുള്ള കേരളത്തിലെ ചരിത്രത്തിലെ തന്നെ രണ്ടാമത്തെ മന്ത്രിയാണ് പി കെ ജയലക്ഷ്മി. ശേഷം രണ്ടാമത്തെ മന്ത്രിയായാണ് പട്ടികവർഗത്തിൽ നിന്നൊരാൾ മന്ത്രിസഭയിലേക്ക് എത്തുന്നത്. പ്രത്യേകിച്ച് പിണറായി മന്ത്രിസഭയിൽ ആദ്യമായി വയനാട് നിന്നൊരു അംഗം കൂടി എത്തുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. വയനാട് അവശരായ നിരവധി ആളുകളുണ്ട്, നിരവധി അപലരായ ആളുകളുണ്ട്. അവർക്കൊക്കെ പ്രാതിനിധ്യം നൽകാനാകുന്ന വിധം പ്രവർത്തിക്കാനാകുമെന്ന് ഒ.ആർ. കേളു തന്നെ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു. ഒ.ആർ. കേളുവിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ ഗവർണർ ഒ.ആർ. കേളുവിന് പൂച്ചെണ്ട് സമ്മാനിക്കുന്നു. അഭിനന്ദനം അർപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്.
സഗൗരവമാണ് സത്യപ്രതിജ്ഞ ചെയ്തത് എന്നുള്ളതാണ്. പ്രതിപക്ഷം ചടങ്ങിനെത്തിയിരുന്നു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയും ചടങ്ങിനെത്തി. മുഖ്യമന്ത്രി, നിയമസഭാ സ്പീക്കർ, മന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ രാജ്ഭവനിൽ എത്തിയിരുന്നു. ഇതിനുശേഷം ചായ സൽക്കാരമുണ്ടാകും ഗവർണറുടേത്. അതിനുശേഷം ഇന്ന് തന്നെ കെ രാധാകൃഷ്ണന്റെ ഓഫീസ് ഉണ്ടായിരുന്ന സെക്രട്ടേറിയറ്റിലെ നോർത്ത് ബ്ലോക്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് താഴത്തെ നിലയിലാണ്. അവിടെ എത്തി ദേശീയഗാനം ായിട്ടുണ്ട്. OR കേളു മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. വകുപ്പ് വിഭജനം സംബന്ധിച്ചുള്ള വിജ്ഞാപനം ഇന്ന് വൈകുന്നേരം തന്നെ പുറത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കെ രാധാകൃഷ്ണൻ കൈകാര്യം ചെയ്തിരുന്ന 3 വകുപ്പുകൾ, അതിൽ ഒന്ന് മാത്രമാണ് OR കേളുവിന് ലഭിക്കുക. പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പാണ് ലഭിക്കുക. ഇപ്പോൾ മന്ത്രിമാർ പൂച്ചെണ്ടുകൾ സമ്മാനിക്കുകയാണ് OR കേളുവിന്. നിലവിൽ നമ്മൾ 2ാം പിണറായി മന്ത്രിസഭയിലേക്കുള്ള 3ാമത്തെ സത്യപ്രതിജ്ഞ എന്ന് പറയേണ്ടി വരും. ഒന്നാമത്തേത് ഷജി ചെറിയാൻ മന്ത്രിസ്ഥാനം രാജിവെച്ച 6 മാസങ്ങൾക്ക് ശേഷം വീണ്ടും രാജ്ഭവനിൽ സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു. അതിനുശേഷം MB രാജേഷ് സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു. MV ഗോവിന്ദൻ മാസ്റ്റർ CPMന്റെ സംസ്ഥാന സെക്രട്ടറിയായി മാറിയപ്പോൾ MB രാജേഷ് എക്സൈസ് തദ്ദേശ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു. അതിന് പിന്നാലെ കെ ബി ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും മന്ത്രിസഭാ പുനഃസംഘടനയുടെ ഭാഗമായി മന്ത്രിമാരായി 4ാമത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങ് രാജ്ഭവനിൽ നടക്കുന്നു. പിണറായി മന്ത്രിസഭ അധികാരമെത്തിയതിനു ശേഷം എന്നുള്ളതാണ് ഒരു പ്രത്യേകത. മറ്റൊന്ന്, പ്രതിപക്ഷ നേതാക്കൾ കൂടി പൂച്ചെണ്ടുകൾ സമ്മാനിച്ച് മടങ്ങുകയാണ്. ഈ വരുന്ന സെപ്റ്റംബർ ആകുമ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ സ്ഥാനത്ത് 5 വർഷം പൂർത്തിയാക്കുകയാണ്. ഇനി ഒരു തുടർച്ച ഉണ്ടാകുമെന്ന കാര്യത്തിലൊക്കെ വ്യക്തത വന്നിട്ടില്ല. അങ്ങനെയെങ്കിൽ അവസാനത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങാകുമോ എന്ന കൗതുകം കൂടിയുണ്ട്. മുഖ്യമന്ത്രിയും ചടങ്ങിനെത്തിയിരുന്നു. മുഖ്യമന്ത്രിയും ഗവർണറും സത്യപ്രതിജ്ഞാ ചടങ്ങ് കഴിഞ്ഞ് മടങ്ങിയിട്ടുണ്ട്. സുജയ്.